ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിന്നെ എനിക്ക് കിട്ടിയല്ലോ മുത്തേ. ശരിയാ, സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. സതീശ്വരനിട്ട് സ്നേഹിക്കാൻ അറിയില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ്, നിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. അന്നത്തെ ഗെറ്റ് ടുഗദർ കാരണല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിയത്. അല്ല മുത്തേ, സതീശൻ എങ്ങനെയാണ്? സോ അതൊന്നും പറയാത്തതാ നല്ലത്. അയാൾക്ക് സ്നേഹം എന്താന്ന് പോലും അറിയില്ല. അയാളെടുക്കുന്ന ഒരിത്തിരി സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഹലോ മോളെ, എന്തൊക്കെയാ വിശേഷോ? സുഖം തന്നെയാണോ മോക്ക്? എന്ത് ചെയ്യാനാ മോളെ, മക്കളെ രണ്ടുപേരെ അമ്മയ്ക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല എന്നല്ലേ. എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഓനാണോ അല്ലെ മക്കളെ വിളിക്കരുത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. അതെങ്ങനെ ശരിയാവുക? എനിക്ക് എന്റെ മക്കളെ മറന്നു കളയാൻ പറ്റുമോ? സതീശൻ പോട്ടെ, അവൻ എനിക്ക് വേണ്ട. പക്ഷെ എനിക്ക് എന്റെ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിനാണോ നമ്മൾ വാടക വീടൊക്കെ എടുത്തിട്ട് മാസത്തിൽ വാടകയും കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നത്? പക്ഷെ മക്കളെ ഞാൻ വിളിക്കും, അതിലെന്ത് പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ വിളിക്കുന്നു പറഞ്ഞാൽ ഞാൻ വിളിച്ചിരിക്കും. മക്കളല്ല, സതീശനല്ല, ആരായാലും വിളിക്കാൻ പറ്റൂല. നമ്മുടെ ലോകത്ത്. ഏട്ടാ അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഞാൻ പോവുകയില്ല. എന്റെ മുന്നിൽ വേറെ ഒരു വഴി. എങ്കിലും ഈ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാനോ? അതിനാണോ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്? മരിക്കാന്നല്ലാതെ ഒരു വഴി ഞാൻ കാണുന്നുമില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്കും പോകാൻ പറ്റൂല, എനിക്ക് എന്നെ ഒഴിവാക്കാനും പറ്റൂല. പിന്നെ നമുക്ക് രണ്ടാം ഒരുമിച്ച് മരിക്കാം. അതാ നല്ലത്, അത് തന്നെയാ നല്ലത്. ഇതൊരു നടുക്ക് പോകുന്നു തോന്നില്ല. മറ്റൊരുത്തന്റെ ഭാര്യനെ സ്വന്തമാക്കുക എന്നുള്ളത് ഒരു സ്വപ്നങ്ങൾ മാത്രമാണ്. സ്മിത, 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 മാഷേ, മാഷേ, സ്മിത വായിൽ തുറക്കുന്നില്ല. ഒന്ന് വേഗം വാ. സ്മിത, 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 സ്മിത. നേരത്തെ കുറച്ച് ബിസിയായി പോയി. ഒറ്റ മിനിറ്റ്, ഞാൻ വിളിക്കാം. മാഷടാ വിചാരിച്ച പോകുന്നത് ആ ജോയിന്റെ വീട്ടില് രാവിലെ എനിക്ക് രൂക്ഷമായല്ലേടാ. നമ്മളെ സതീശന്റെ കൂടെ ഈ അടിച്ചു മാറ്റി. അതെ, ഇതാ പോയൊക്കെ വേണ്ട. എന്താണെന്നൊരു പ്രശ്നം? കാട രൂക്ഷമായ പ്രശ്നമാണ്. എന്താ ജോയി പറ്റി? എന്താ ജോയി? പക്ഷേ എന്റെ കുടുംബം തകർത്തല്ലടാ സതീശ. ഒരു ദുരന്ത വീട്ടില് വികാരല്ല വേണ്ടത്, വിവേകാണ്. പ്രയാസപ്പെടില്ല. സ്കൂളിന് ഗുണകരാവുമെന്ന് വിചാരിച്ചിട്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. അതിന്റെ പരിസമാപ്തി ഇങ്ങനെയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ. എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇന്നലെ മാഷ. സതീശ, ഞാൻ പോവാ മാഷെ. കുടുംബം എന്നുള്ളൊരു സ്വപ്ന അത് തകർത്തെറിയാൻ എളുപ്പം കഴിയും. ഞാൻ പോവാ.